ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 18ാം സീസണിൽ 18ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് വിരാട് കോഹ്ലി കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ ഒരുപോലെ പറഞ്ഞു, ഈ സാല കപ്പ് നമ്തു. അതെ, ഈ സീസണിൽ കപ്പ് നമ്മുടേതാകും എന്നതിന് പകരം കപ്പ് നമ്മുടേതായി എന്ന് RCB സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തിരുത്തി എഴുതിയത് വെറും ക്യാപ്ഷൻ മാത്രമല്ല, അതൊരു ചരിത്രം കൂടിയാണ്. കിരീടമില്ലാത്തതിൻ്റെ പേരിൽ ഏറെ പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഒട്ടനവധി IPL റെക്കോർഡുകൾ സ്വന്തമാക്കിയ ടീമായിരുന്നിട്ടും കപ്പില്ലാത്തത് എല്ലാ കാലത്തും RCBയെ വേട്ടയാടി. 2008 ആദ്യ സീസൺ മുതൽ ഇതുവരെ IPLൽ ബംഗളൂരുവിനായി മാത്രം മൈതാനത്തിറങ്ങിയ താരമാണ് വിരാട് കോഹ്ലി. ബാറ്റ് കൊണ്ട് വിസ്മയം നടത്തിയ താരം മറ്റാർക്കും നേടാൻ പോലും സാധിക്കാത്ത ഒട്ടനവധി റെക്കോർഡുകളാണ് സ്വന്തമാക്കിയത്. RCB എന്നാൽ വിരാട് കോഹ്ലി എന്ന് ആരാധകർ വാഴ്ത്തിപ്പാടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. എന്നാൽ കോഹ്ലി മാത്രമല്ല, ആരാധകർ ഇന്നും നെഞ്ചിലേറ്റുന്ന നിരവധി മുൻ RCB താരങ്ങളും ഉണ്ട്. AB ഡിവില്ലിയേഴ്സും ക്രിസ് ഗെയിലും ടീമിലുള്ള സുവർണകാലങ്ങൾ ഓർക്കുമ്പോൾ ഇന്നും RCB ആരാധകർക്ക് ആവേശമാണ്. കോഹ്ലിയും AB ഡിവില്ലിയേഴ്സും ക്രിസ് ഗെയിലും ഒന്നിച്ചു നിൽക്കുമ്പോൾ ആരാലും തകർക്കാൻ പറ്റാത്ത ശക്തിയായി അവർ മാറും. പക്ഷെ കിരീടം എന്ന നേട്ടത്തിലെത്താൻ മാത്രം അവർക്ക് ഇതുവരെ സാധിച്ചില്ല. 2011ലും 2016ലും ക്രിസ് ഗെയിലും കോഹ്ലിയും AB ഡിവില്ലിയേഴ്സും കപ്പുറപ്പിച്ച് ഫൈനൽ വരെ എത്തിയെങ്കിലും കിരീടം മാത്രം അകന്നു നിന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ പോരാട്ടത്തിലെ അവസാന ഓവറിൽ പരസ്പരം നോക്കുന്ന കോഹ്ലിയെയും AB ഡിവില്ലിയേഴ്സിനെയും കാണുമ്പോൾ ആരാധകരുടെ കണ്ണും മനസ്സും നിറയുകയായിരുന്നു. ഫൈനലിൽ RCB എത്തിയാൽ ആ മത്സരം കാണാൻ താൻ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഡിവില്ലിയേഴ്സ് ആദ്യ ക്വാളിഫയർ മത്സരം നടക്കുമ്പോൾ തന്നെ മത്സരം കാണാനായി എത്തി. ഇന്നലെ കിരീടം BCCI പ്രതിനിധികൾ RCB ക്യാപ്റ്റൻ രജത് പട്ടിദാറിന് നൽകുമ്പോൾ ആരാധകർ ഉറ്റുനോക്കിയത് ആ കിരീടം നെഞ്ചോട് ചേർക്കുന്ന കോഹ്ലിയെ കാണാനാണ്. കപ്പ് ഏറ്റുവാങ്ങിയ പട്ടിദാർ ടീമിനൊപ്പം എത്തുകയും കോഹ്ലിക്ക് കപ്പ് കൈമാറുകയും ചെയ്തു. 18 വർഷമായി ആരാധകർ കാത്തിരുന്ന നിമിഷം അവിടെ പിറന്നു. എന്നാൽ ആരാധകർക്ക് ഇരട്ടി മധുരം നൽകാനും കോഹ്ലി മറന്നില്ല. RCBയുടെ എല്ലാമായിരുന്ന AB ഡിവില്ലിയേഴ്സിനെയും ക്രിസ് ഗെയിലിനെയും വേദിയിലേക്ക് ക്ഷണിച്ച കോഹ്ലി അവരോടൊപ്പം IPL കിരീടം വീണ്ടും ഉയർത്തി. RCB ജേഴ്സിയിൽ വീണ്ടും മൈതാനത്തെത്തിയ ഡിവില്ലിയേഴ്സിനെയും ക്രിസ് ഗെയിലിനെയും ചേർത്ത് പിടിച്ച് കോഹ്ലി കിരീടം ഉയർത്തി ആഘോഷിക്കുന്ന കാഴ്ച ഏതൊരു RCB ആരാധകന്റെയും മനം നിറക്കുന്നതാണ്. 2011 മുതൽ 2017 വരെയാണ് ക്രിസ് ഗെയിൽ RCBക്കായി മൈതാനത്തിറങ്ങിയത്. 2011 തന്നെ RCB ക്യാമ്പിലെത്തിയ ഡിവില്ലിയേഴ്സ് 2021 വരെ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. 2 തവണ RCBയെ ഫൈനലിലെത്തിച്ച മൂവർ സംഘത്തെ ഇന്നലെ വീണ്ടും മൈതാനത്ത് കണ്ടപ്പോൾ മുതൽ മൂവരും ഒരുമിച്ച് കപ്പുയർത്തുന്ന ദൃശ്യങ്ങൾക്കായാണ് ആരാധകരും കാത്തിരുന്നത്. ആ രംഗവും കണ്ടതോടെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് തരംഗമാകുന്നതും IPL കിരീടം ചേർത്ത് പിടിക്കുന്ന ലെജൻഡറി മൂവർ സംഘത്തിന്റെ ദൃശ്യങ്ങളാണ്. ഫൈനൽ പോരാട്ടത്തിൽ ടോസ് നേടിയ പഞ്ചാബ് കിങ്സ് ആദ്യം ഫീൽഡ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. RCBയുടെ വിക്കറ്റുകൾ കൃത്യസമയത്ത് വീഴ്ത്താൻ പഞ്ചാബ് ബോളർമാർക്ക് സാധിച്ചുവെങ്കിലും മികച്ച സ്കോറിലേക്ക് എത്താൻ RCBക്ക് കഴിഞ്ഞു. 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസാണ് RCB നേടിയത്. രണ്ടാമത് ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബിന് ജയം അനായാസമാണെന്ന് തോന്നിച്ചെങ്കിലും കൃണാലിന്റെ നിർണായക ഇടപെടലിൽ മത്സരം മാറിമറിയുകയായിരുന്നു. ഡോട്ട് ബോളുകളും തുടരെ വിക്കറ്റുകൾ നഷ്ടമായതും പഞ്ചാബിനെ തകർത്തു. ഒടുവിൽ 6 റൺസ് വ്യത്യാസത്തിലാണ് RCB വിജയം സ്വന്തമാക്കിയത്.